മരുമകളെ അല്ല, മയ്യത്താ നിന്റെ അമ്മമാരെ ഏൽപ്പിച്ചത്. പിന്നെ എന്തിനാ ഇപ്പൊ രക്തബന്ധോ? കുട്ടികളില്ലാത്തവരല്ലേ? മനസ്സിലിരിപ്പ് ശരിയല്ല, പിന്നെ എങ്ങനെ കുട്ടികളുണ്ടാവുക? നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഒരു വർഷം മുമ്പ് ഇതുപോലെ ഒരു ചടങ്ങ്, ആ ചടങ്ങിന്റെ അന്ന് തെരുവ് പട്ടിയെ പോലെ തല്ലിച്ചയച്ചത് തന്നെ ഒന്നും മറക്കാൻ പറ്റണില്ല. പൊടിമോളിയും കൊണ്ട് ചെല്ലൂന്ന് കരുതി അവിടെ ചടങ്ങൊരുക്കം തുടങ്ങി. വേണ്ട, നമ്മുടെ കുഞ്ഞിന് അങ്ങനെ ഒരു ആചാരവും കർമ്മവും ഒന്നും വേണ്ട. ജാതി മതമൊന്നുമില്ലാതെ അതൊരു മനുഷ്യക്കുഞ്ഞായി വളർന്നോട്ടെ. അല്ലാ, ഈ ശൈത്താൻ എപ്പോ തുറന്നു വിട്ടത്? എന്നെ ഇട്ടേക്ക് പോകല്ലേ മുതലാളി. തിരിച്ചു അങ്ങോട്ട് തിരിഞ്ഞേക്ക് മുതലാളി. ജമാലിക്കൊക്കെ ഒന്ന് കുത്താനല്ലേ. ഞാൻ തിരിച്ചു വരില്ലെന്ന് കരുതിയല്ലേ? കൊലക്കുറ്റത്തിനല്ല ഞാൻ ജയിലിൽ പോയത്. പക്ഷെ ഇപ്പൊ ഒരു കൊല ചെയ്യാനാ ഞാൻ വന്നത്. അല്ലാഹുവ സത്യം, നബീസ് ഉമ്മളെ കൈവിട്ടു പോയി. എന്നെ കൊല്ലരുത്. എന്റെ സുന്ദരിയായ പെങ്ങൾക്ക് കെട്ടിയോനില്ലാണ്ട് പോവും. ഇങ്ങനത്തെ ഒരു കെട്ടിയൻ എന്റെ പെങ്ങൾക്ക് പിടിച്ചു കൊടുത്ത് റൗഡി മച്ചായൻ കുടലെടുത്ത്. ജയിലിൽ നിന്ന് ഓന്റെ കത്ത് വന്ന പിന്നെ തുടങ്ങിയതാണല്ലോ നിങ്ങൾക്ക് ഈ പിരാന്ത്. ആ കത്തവിടെ എന്തിനാ? അത് കത്തിച്ച് കളഞ്ഞാലേ നമുക്ക് ഇനി ഉറക്കം വരും. കത്തിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. വായിച്ചില്ലേ, ജമാലിന്റെ മനസ്സിൽ ഇപ്പോഴും നബീസ് തന്നെയാ. ഭാഷ പിടിച്ച ഉടുമ്പിന്റെ സ്വഭാവോന്. ഒന്ന് കെട്ടിയതായാലും പെറ്റതായാലും ഓന് നബീസിനെ വേണം. ഇല്ലെങ്കി അള്ളാണ് സത്യം, ഓ നിങ്ങളെ തട്ട്. സമയം 1:30 കഴിഞ്ഞു. ഇജ്ജ് വിഷമിക്കാണ്ടിരിക്ക്, നബീസ് വരും. അകത്തുനിന്ന് ഓരോരുത്തർ കുശൂശിക്കാൻ തുടങ്ങി. അത് ഇറച്ചിയുടെ മണം പിടിച്ചിട്ടാവും. ബിരിയാണി അകത്ത് ചെല്ലുമ്പോ എല്ലാം നിർത്തിക്കോളും. അതല്ലെന്ന്, നബീസ് വരില്ലെന്നാ എല്ലാരും പറയണത്. ഓ, ഇക്ക വിളിച്ചാ ഓള് വരും. ഇല്ലെങ്കി എല്ലാവർക്കും കൂടി ബസം പീങ്ങി ഇങ്ങ് ചാവ. ഒരിക്കൽ കല്യാണ പന്തൽ വെച്ച് നാണോ മാനോ കളഞ്ഞു കുളിച്ചതാണ്. ഇപ്പതേ വീണ്ടും ആൾക്കാരെ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നു. ഇക്ക അവളെ ഒന്ന് വിളിക്കേ. ഹലോ മോളെ, വല്യമ്മ. നീ വരില്ല അല്ലേ? അനക്ക് വേണ്ടിയല്ലേ ഈ വല്യമ്മാമ ഇത് നടന്നത്? എന്റെ നെഞ്ചിലെ ചൂടേറ്റ് വളർന്ന മോളാ നീ. ആ നെഞ്ചിൽ തന്നെയാ നീ വീണ്ടും വീണ്ടും കുത്തണത്. വേണ്ട, എന്റെ മോള് വരണ്ട. പക്ഷെ ഈ ചടങ്ങിൽ വന്നില്ലെങ്കിൽ നിന്റെ വല്യമ്മാമയുടെ മയ്യത്ത് കാണാൻ എന്റെ മോള് വരേണ്ടി വരും. മോളെ, മനസ്സെന്ന് പറയുന്നത് ഒരു ത്രാസ് പോലെയാ. ആ സമാസമം നിർത്താൻ വലിയ പാടാ. ഭർത്താവിനെ വന്ദിക്കണം എന്ന് വെച്ച് സ്വന്തം വീട്ടുകാരെ നിന്ദിക്കാൻ പാടില്ല. മോള് പോണം. എന്റെ മോനെ കാണുന്നതിന് മുമ്പ് അവരില്ല കണ്ടത്. അവരുടെ ശാപം എന്റെ മോക്ക് വേണ്ട. മോള് പോയിട്ട് വാ. നബീസ് എന്ത് ചെയ്യണ്? ആജിക്കാന്റെ അടുത്തുണ്ട്. ഹലോ, താൻ നബീസിനോട് പോണ്ടാന്ന് പറഞ്ഞ് എന്നാ കേട്ടോ. നബീസു ഇപ്പൊ ഉമ്മയുടെ കൂടെ ഉണ്ട്. ഒരു ബുദ്ധിമോശം കൊണ്ട് എന്റെ കൂടെ ചാടി പോന്ന. പക്ഷേങ്കി ഓള് മാളിയക്കര തറവാട്ടിലെ മുത്താണ്. ഓൾ അമ്മാവന്മാര് പറഞ്ഞത് അനുസരിക്കൂ. തനിക്കിപ്പോ എന്താ വേണ്ടത്? എന്റെ മൂക്കിന്റെ താഴെ, അതായത് മേൽചുണ്ടിന്റെ മേലെ ഒരു സാധനമുണ്ട്, മീശ. അതങ്ങ് ഷേവ് ചെയ്ത് കള. എന്നിട്ടൊരു പൊട്ടും വെച്ച് സാരി ഉടുത്ത് നടക്കണം. സ്വന്തം ഭാര്യ ബലവെക്കാത്തവൻ ആ വേഷം നന്നായിട്ട് ചേരും. അതുകൊണ്ടാണ് താൻ ഈശോയ്ക്കകത്ത് എന്തു പറ്റി? പേടിച്ചുപോയി. ഓ നാട്ടിന്റെ തല കൊണ്ടാണ് സൂപ്പ് കുടിക്കുന്നെങ്കിൽ എന്റെ കെട്ടിയോൻ കുറുക്കന്റെ തല കൊണ്ടാ സൂപ്പ് കുടിക്കുന്നത്. അല്ലെ, ഇമ്മടെ തല കൊണ്ടുള്ള സൂപ്പ് ജമാല് കുടിക്കും.
വല്യമ്മ വിളിച്ചപ്പോ മതി. എന്നെ ധിക്കരിച്ച് എപ്പ നീ വീട്ടിൽ നിന്ന് പോയോ ആ നിമിഷം പോയി. ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല എന്റെ മനസ്സിൽ നിന്ന്. നോക്കണ്ട, കരുതിക്കൂട്ടി എല്ലാരും കൂടി എന്നെ തോൽപ്പിക്കായിരുന്നു അല്ലേ? ഇല്ല, ഇനി ഈ കണ്ണൻ നിനക്ക് ആരുമല്ല. എന്റെ കരള് കുത്തി കീറിയിട്ട് എന്റെ മാനം കെടുത്തിയിട്ട് നാണുല്ലടി നിനക്ക് മാപ്പി വയ്ക്കാൻ. കണ്ണ മുറ്റത്ത് നിർത്തിയുള്ള വിചാരണ വേണ്ട. രണ്ടു ലോകത്തോട് കയറ്. ഇവരുണ്ടല്ലോ, ഹേയ്, ഡേയ്, നിന്റെ ബന്ധുക്കളുണ്ടല്ലോ, ഒരിക്കലും ശപിച്ചേൽപ്പിച്ച മയ്യത്താടി നീ. ഇപ്പൊ കൊക്കുന്നകം കുറിപ്പിച്ച് കഴുകന്മാരെ പോലെ കൂടിയിരിക്കുക ചെറ്റകള്. ഹേയ്, എനിക്കാരുടെ വക്കാലത്തും വേണ്ട. മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തിയവൾക്ക് ഇനി വീട്ടിൽ സ്ഥാനമില്ല. ആ പോയിക്കോ, അവരുടെ പോയിക്കോടി. നിനക്കെന്താ സ്വബോധം നഷ്ടപ്പെട്ടോ? എന്താ മോനെ ഇതൊക്കെ? നീ മദ്യപിച്ചിട്ടുണ്ടോ? അതെ, ഞാൻ മദ്യപിച്ചിട്ടുണ്ട്. അറിയോ, അത്രയ്ക്ക് ഞാൻ ഇവളെ സ്നേഹിച്ചു പോയി, വിശ്വസിച്ചു പോയി. പക്ഷെ ഇവളെന്നെ വഞ്ചിച്ചു. വഞ്ചന. മതം മാറ്റത്തിന്റെ പേരിൽ ഒരു പെണ്ണിനെ മാത്രമല്ല ഒരു സമുദായത്തെ മുഴുവൻ നീ വഞ്ചിച്ചു. അത് മറന്നു അല്ലേ? അരിയും തിന്ന് ആശാരിച്ചയും കടിച്ചിട്ട് പിന്നെ നായ മുന്നോട്ട്. ഹ, ആണിനെ പെണ്ണനുസരിക്കും. ആണും പെണ്ണും കെട്ടവനായാലാ. പോയിക്കോണെല്ലാരും എന്റെ വീട്ടിൽ നിന്ന്. ഇനി ഒരു തെണ്ടി പോലോട് കണ്ടുപോരുത്. എനിക്കിനി ഇങ്ങനെ ഒരു ഭാര്യ ഇല്ല. കണ്ണ ഒന്ന് വേണ്ടിയിരിക്കുന്ന നിങ്ങൾ എന്തോ നോക്കിക്കണത്? അതുവേ കേറി അതുവാൻ. കണ്ണ എനിക്കിവിടെ കാണണ്ട. മോനെ എന്റെ മോള് വാ. ഇക്കാ, ഒരിക്കൽ അമ്മാവന്മാരുടെ മുഖത്ത് കരുതേച്ച് ഓന്റെ കൂടെ ഇറങ്ങി പോയവളാ ഇവള്. ഇപ്പൊ കൈക്കുഞ്ഞുമായിട്ട് പെരുവഴി നിൽക്കുകയാണ്. ഇവിടെ വെച്ച് ഈ നിമിഷം തീരുമാനിക്കട്ടെ, ഇവക്ക് ഓനെ വേണോ അതെ ഇമ്മളെ വേണോന്ന്. ഈ കയ്യിലടിച്ച് സത്യം ചെയ്യും. എല്ലാം ഉപേക്ഷിച്ച് പഴയ നച്ചുമോളായി ഞമ്മളോടൊപ്പം വന്നോളാമെന്ന്. ജമീല, ഇതിനെ പിടിക്ക്. പാടി. നീ വാ. മോളെ ആ, ഏത് മോള്? ഓളെ വെളിയിൽ തള്ളി ഇങ്ങടെ മോൻ കഥ കടച്ചില്ലേ? അതോടെ ഈ ബന്ധം തീർന്നു. ഏറി പോയി വാ മോനെ. തോപ്പി. നമ്മുടെ മോള് ബോധം വന്നോ? സ്വബോധമുള്ളപ്പോ സംസാരിക്കാൻ നോക്കിയിരിക്കായിരുന്നു. ഇന്നലെ രാത്രി കോമരം തുള്ളി വല്ല ഓർമ്മയുണ്ടോ? ഞങ്ങളും കൂടെ പറഞ്ഞോണ്ടല്ലേ അവൾ ചടങ്ങിന് പോയത്. എടാ, പ്രായം കൊണ്ടും അനുഭവം കൊണ്ടും നിന്നേക്കാൾ കുറച്ചെങ്കിലും മൂത്തതാണല്ലോ നിന്റെ അച്ഛൻ. അതുകൊണ്ട് പറയാ, ഈ എടുത്തിയാട്ടം നല്ലതിനല്ല. രാവിലെ ഞാൻ ചെന്ന് വിളിച്ചിട്ട് നബീസ് വീട്ടിന് വെളിയിൽ ഇറങ്ങിയില്ല. പൊടിമോളെ പോലും ചോദിച്ചിട്ട് തന്നില്ല. വാശിയില്ല അവര്. അതിന് കുഞ്ഞ് അവളുടെ മാത്രമല്ലല്ലോ. ആ, എന്റെ കുഞ്ഞവിടെ? കുഞ്ഞാ? ഏത് കുഞ്ഞ്? നിങ്ങളാരാ മനസ്സിലായില്ല? ദേ, എന്താ കള്ളു കുടിച്ച് വെളിവില്ലാതെ വീണ്ടും പോരിന് വന്നാണാ? എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. ഏത് വകുപ്പില്? നിങ്ങളുടെ നിക്കാഹ് ആചാരപ്രകാരം നടന്നാണോ? അല്ല. നിയമപ്രകാരം നടന്നാണോ? അതുമല്ല. അപ്പൊ പിന്നെ ഇയാണ് കുഞ്ഞിന്റെ വാപ്പാന്നുള്ളതിന് എന്താണ്ട തെളിവ്? എടോ, സമുദായവും ബന്ധുക്കളും ഇല്ലാതെ നബീസു മനസ്സാ വരിച്ചതാ തന്നെ. ഇപ്പൊ ഓള് തന്നെ മനസ്സാ ഉപേക്ഷിച്ചു. നിനക്ക് പോകാം. എന്താ പറഞ്ഞതൊക്കെ മനസ്സിലായില്ലേ? നീ ഓള് തന്നെ ആ മുഖത്ത് നോക്കി പറയണമെന്നുണ്ടോ? നബീസു, ഇന്നലെ രാത്രിയും എന്തൊക്കെയോ സംഭവിച്ചു പോയി. ഒന്നും മനഃപൂർവ്വമല്ല. ഒരുപാട് സ്നേഹമുള്ള അങ്ങനെയൊക്കെ ഞാൻ എല്ലാരും ഉപേക്ഷിച്ച് നിങ്ങളുടെ കൈ പിടിച്ച് വന്നോളാം ഞാൻ. ആ എന്റെ മുഖത്ത നിങ്ങൾ വാതിൽ കൊട്ടി അടച്ചത്. പടച്ചോനെ പോലെ ഞാൻ കരുതുന്ന വല്യമ്മയെ തല്ലിയത്.
വേണ്ട, ഇനി ഇനി എനിക്ക് ഇങ്ങളെ കാണണ്ട. നബീസു, ഇനി എന്താ പൊയ്ക്കൂടെ? ആട്ടി അകറ്റിയിട്ട് പോണില്ല എന്ന് വെച്ചാ പിടിച്ചിറക്കന്നെ വാടാ.